ദയാവധത്തിന് അപേക്ഷ നൽകിയ ശ്രീ ജോഷി ആന്റണി, ശ്രീ ടി അസഫ് അലി, ശ്രീ സി ആർ നീലകണ്ഠൻ, ശ്രീ റെജി ലൂക്കോസ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ജോഷിയിലേക്ക്. ശ്രീ ജോഷി, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ ക്ലീഷേ രൂപത്തിൽ പറയാറുണ്ട്. അങ്ങനെയല്ല, അത് സത്യം അത് തന്നെയാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അവിടെ കരുവന്നൂരിൽ കുറച്ചു പേരുടെ ആണെങ്കിലും കുറച്ചാണെങ്കിലും പണം കൊടുത്തു തുടങ്ങുന്നുണ്ട്. എന്നിട്ടും ജീവിതം അവസാനിപ്പിക്കാൻ അനുവാദം തരണം എന്ന ഒരു വലിയ നൈരാശ്യബാധ എന്തുകൊണ്ടാണ് ജോഷി? ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും പണം തിരിച്ചു ചോദിച്ചിട്ട് 2.5 വർഷമായി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം ജോഷി, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം ജോഷി, കേൾക്കാം, പറയൂ. 2.5 വർഷമായി ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും പണം തിരികെ ചോദിച്ചിട്ട്. എന്നുവെച്ചാൽ ഇവിടെ വിശ്വാസമാണ് ഇല്ലാതായിട്ടുള്ളത്, വിശ്വാസവഞ്ചനയാണ് ചെയ്തിട്ടുള്ളത്. വഴിക്കൂടെ പോയ ആളുകൾക്ക് മുഴുവൻ ആരുടെയൊക്കെ പിൻബലത്തിൽ, ആരുടെയൊക്കെ ശുപാർശയുടെ മുകളിൽ പണം എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് നിക്ഷേപകർ പണം ചോദിക്കുമ്പോൾ പുലഭ്യം പറയുക, ഒഴിവ് പറയുക, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് വന്നേ. അത് കഴിഞ്ഞ് എന്നോട് ഇവിടുത്തെ പാർട്ടി നേതാവാണ് പറഞ്ഞത് കോടതി പോകാനായിട്ട്, ഹൈക്കോർട്ട് പോകാനായിട്ട്. ഹൈക്കോർട്ട് പോയി. അവിടെ എനിക്കെതിരെ വാദിച്ചത് സർക്കാർ വക്കീലാണ്. മുഖ്യമന്ത്രി പറയുക, നിങ്ങളുടെ ഒരു ചില്ലിക്കാശും പോവില്ല, സർക്കാർ ഗ്യാരണ്ടിയാണ്, മുഖ്യമന്ത്രി ഉറപ്പാണെന്ന്. അത് കഴിഞ്ഞിട്ട് നേരെ ഹൈക്കോടതിയിലെതിർക്ക് നമുക്ക് പൈസ തരരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെയാണ്. കോൺട്രാക്ടറാണ്, കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കരുത്. ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നൊന്നുമല്ല ചോദിക്കുന്നത്, എൻ്റെയും കുടുംബത്തിൻ്റെയും. കാരണം എൻ്റെ മാതാപിതാക്കളുടെ പേരിലുണ്ടായിരുന്ന നിക്ഷേപം 25 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. അത് അവരുടെ ചികിത്സാ ചെലവിന് വേണ്ടി സൂക്ഷിച്ചതാണ്. 2 പേരും മരിച്ചുപോയി. അതിനുശേഷമാണ് നോമിനി ആയിരുന്നിട്ടുള്ള എൻ്റെ പേരിലേക്ക് അത് വരുന്നത്. എനിക്ക് സഹോദരനും അനിയനോ പൈസ ഭാഗം വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് ആ സമയം കഴിയുമ്പോൾ ആരുടെയാണ് കുടുംബ വസ്തു സമയത്ത് ഭാഗം വെച്ചില്ലെങ്കിൽ കുടുംബത്തിൽ വഴക്കുണ്ടാവാത്തത്? എൻ്റെ ഭാര്യയുടെ അമ്മയുടെ പൈസ പെരുന്തമണ്ണ ഫെഡറൽ ബാങ്കിൽ കിടന്നിരുന്ന പൈസയാണ്. അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ഇവർ ടാർജറ്റ് തയ്ക്കാനായിട്ട് വന്ന് ബുദ്ധിമുട്ടിച്ച് വീട്ടിൽ കയറി ഇറങ്ങി ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഡെപ്പോസിറ്റായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഇഷ്യൂസ് കേൾക്കുമ്പോൾ ആരാണ് പണം തിരിച്ചു ചോദിക്കാതിരിക്കുക? ആ തിരിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് 77 വയസ്സുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് പൈസ അവിടെ നിക്ഷേപിച്ചത്. എന്നോടല്ല അതിൻ്റെ കുറവുണ്ടാവുക. എൻ്റെ സഹോദരൻ്റെ പൈസ, അവരുടെ മോളുടെ പൈസ, അവരുടെ വീട്ടിലിപ്പോൾ ബന്ധങ്ങൾ വഷളായി തുടങ്ങി. അവരൊക്കെ എന്നെ ഇല്ല അതിനിപ്പോൾ പറയുക. തിരിച്ച് ഇത്രയും മെഡിക്കൽ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യുക. ഞാൻ എത്ര ദിവസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ കാര്യമായിരുന്നു. അതിപ്പോൾ കേരളം മുഴുവൻ ചർച്ചയായിരിക്കണം. എൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് ഭാര്യയോട് ചോദിക്കുക, ജോഷിക്ക് ഏതാ സ്റ്റേജ്, ട്യൂമറിന് ഏതാ സ്റ്റേജ്? മകൾ സ്കൂളിൽ കോളേജിൽ പോകുമ്പോൾ അവളോട് ടീച്ചർമാർ ചോദിക്കുക, കുട്ടികൾ ചോദിക്കുക ഏതാ സ്റ്റേജ്, അപ്പൻ ഏതാ സ്റ്റേജ് എന്ന്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മകളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ മകളോടാണ് ആളുകൾ പുറത്ത് പോകുമ്പോൾ ചോദിക്കണേ അപ്പൻ ഏതാ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുടുംബത്തെ സമാധാനമായിട്ട് കിടന്നുറങ്ങുക? എങ്ങനെയാണ് അവിടെ സന്തോഷം ഉണ്ടാവുക? ഞാൻ ചെയ്ത കുറ്റം? ഞാൻ എന്താ പറയണ, രാപ്പകല് ഒരു കാലം 1.5 കാലമായിരുന്നു. 2 ക്രച്ചിൽ നടക്കുന്ന സമയത്ത് തൊട്ട് കൂലിപ്പണി ചെയ്യുന്ന സമയത്ത് ചെയ്തത്. കൂലിപ്പണി ചെയ്യുന്ന സമയം തൊട്ട് രാപ്പകൽ അധ്വാനിച്ചിട്ട് രാത്രി 12 മണി വരെയും 2 മണി വരെയൊക്കെ ഞാൻ പണിയെടുത്തിട്ടുണ്ട്, കൂലിപ്പണി എടുത്തിട്ട്. ആ ചെയ്ത പണം തൊട്ട് അവിടെ നിന്ന് പിടിച്ച് കര കയറി ബാക്കിയായ പൈസയൊക്കെ ഇവരുടെ അടുത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ചു. പോരാത്തതിന് ഈ ഭാര്യയുടെ അമ്മയുടെയും ചേച്ചിയുടെയും അവളുടെ മോളുടെയും എൻ്റെ മാതാപിതാക്കളുടെയും അവരുടെ ആശ്രയത്തിന് വേണ്ടിയുള്ള പണമൊക്കെ ഇവരെ നിക്ഷേപിച്ചതാണ് ഞാൻ ചെയ്ത കുറ്റം, ഇവരെ വിശ്വസിച്ചതോ. എന്നിട്ട് ഇതിൽ നമുക്കറിയാം, ഇപ്പോൾ ഇവരൊക്കെ ഈ നൂലാമാല കേസ്, അവരുടെ മരണം വരെ തട്ടിക്കളിച്ച് കൊണ്ടുപോകാൻ നൂലാമാല കേസുകൾ എടുത്തിട്ട് മാക്സിമം 3 വർഷം ശിക്ഷ കിട്ടും. ഒരു 5 ലക്ഷം രൂപ പിഴ അടച്ചു കഴിഞ്ഞാൽ അവർ ഊരി. അവരൊക്കെ കൊണ്ടുപോയി വിദേശത്ത് നിക്ഷേപിച്ച് അവിടെ കുടിവെള്ള കമ്പനിയും അപ്പടിപ്പിടി കമ്പനികളൊക്കെ ആയിട്ട് ഇവിടെ ബാറുകളൊക്കെ ആയിട്ട് വിലസാണ് ഈ കട്ട ആളുകൾ. തൃശ്ശൂർ ബാറുകളുടെയൊക്കെ മുതലാളിമാരാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളുടെ ബിനി ബാർ, തൃശ്ശൂർ ബിനി ബാർ ആരാ നടത്തുന്നതെന്ന്. ബിനി ബാറിൻ്റെ പേരിൽ ഒരു ബിനാമിയുടെ പേരിലാണ് ബിനി ബാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ വെഡ്ഡിംഗ് വില്ലേജ്. നിങ്ങൾ പത്രക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെയുള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, അന്വേഷിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ബിനാമികളിലൊക്കെ പുറകിലാരാന്ന്. പിന്നെ ഇവിടെ മുൻപ് ഒരു ഒറ്റയാൾ പ്രതിഷേധം നടത്തിയിരുന്നു സുജേഷ് കണ്ണാട്ട്, ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അയാൾക്ക് വധഭീഷണിയാണ് വന്നത്. ഇക്കാടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കൊന്നുകളയും. എന്നിട്ട് അവൻ ഗൾഫിലേക്ക് മുങ്ങിപ്പോയി. വീട്ടുകാർ കണ്ടീരും കരച്ചിലായി. ഇപ്പോൾ സുജേഷ് ഗൾഫിലേക്ക് പോയി. എന്ത് മര്യാദയാണ് ഇവിടെയുള്ള, എന്ത് സുരക്ഷ ഇവിടെ ഉള്ളത്? അല്ല ജോഷി, താങ്കളുടെ കുടുംബം ഒരു പാർട്ടി കുടുംബമാണ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. താങ്കൾ പ്രവർത്തിച്ച് താങ്കളുടെ മന്ത്രി ബിന്ദുവായിട്ടടക്കം സംഘടനാ തലത്തിൽ പോലും അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പോൾ താങ്കൾക്ക് ആ മേഖലയിലൊക്കെയുള്ള പരിചയം വെച്ച് ഒന്ന് ഇപ്പോൾ ഞാൻ പറയുന്ന താങ്കളുടെ ആയുഷ്കാല സമ്പാദ്യത്തിൻ്റെ പണം വാങ്ങിയെടുക്കാൻ ആരോടെങ്കിലും പോയി സ്വാധീനം ചോദിക്കൽ എന്നത് അങ്ങേയറ്റം ഗതികേടാണെങ്കിൽ കൂടിയും മറ്റു വഴിയില്ലാതെ മന്ത്രി ബിന്ദുവിനോടക്കം ഒന്ന് പറഞ്ഞുകൂടെ? അതിൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് പണം ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞുകൂടെ ജോഷി?
നിങ്ങൾ ട്രാപ്പ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് നിവൃത്തിയില്ലേ പറയാതെ ഞാൻ പലവട്ടം പല ആളുകളോടും ഞാനത് പറഞ്ഞിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. അത് ഒരാളും സഹായിച്ചുമില്ല, അതിൽ സഹകരിച്ചുമില്ല. ഒരു സ്ഥലത്ത് പോലും ഇവരൊന്നും. ഇവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്, കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ പുലഭ്യം പാർട്ടി ഗ്രൂപ്പിൽ, ഞങ്ങളൊരു പഴയ SFIക്കാരുടെ ഏരിയ കമ്മിറ്റിക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ പറഞ്ഞ പുലഭ്യം കേട്ടാൽ ഇറക്കും, ഇവിടെ പറയാൻ പറ്റില്ല. ഈ സഖാവ് EMSനെ ചേർത്തിട്ട് എൻ്റെ വീട്ടിൽ സഖാവ് EMS ഉറങ്ങിയത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുള്ള അയാൾ ഒരു പുലഭ്യം പറഞ്ഞു. അയാൾ ഇരിങ്ങാലൂടെ ഏരിയയിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ എൻ്റെ സുഹൃത്ത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ഇനി വേണമെങ്കിൽ റിട്രീവ് ചെയ്യാൻ പറ്റും, നമ്മുടെ സൈബർ വേണമെങ്കിൽ റിട്രീവ് ചെയ്യാൻ പറ്റും. ശരിക്കും അതിൽ കേസെടുത്ത് ഇവനൊക്കെ ഉള്ളിലിടുക വേണ്ടത്. ഇതാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ കൃത്യമായിട്ട് ചെയ്യുന്ന ജോലി. അത്രയും വൃത്തികെട്ട നിറുകെട്ട മര്യാദകേട് താങ്കളോട് പറയാനും മാത്രം എന്തിനാണ് താങ്കളോട് അത്ര പക? എന്താണ് ഇട്ട പണം തിരിച്ചു ചോദിച്ചു എന്നുകൊണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കുന്നതുകൊണ്ടോ? ഞാൻ പറഞ്ഞേക്കോ അല്ല, കാൾ മാർക്സ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ നയങ്ങളും അയാൾ പിൻചെന്ന മനുഷ്യത്വ മൂല്യങ്ങളും അയാളുടെ ഇസമാണ് മാർക്സിസം. അല്ലാതെ കട്ടും കൈയിട്ട് വാരി മോട്ടിച്ചും അതിന് ടാക്സ് അടച്ചും അത് നിയമവിധേയ എന്ന് പറയുന്നതല്ല മാർക്സിസം. ഇവർക്കറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. ആർക്കാണ് മാർക്സിസം അറിയാത്ത മാർക്സിസ്റ്റുകാർ ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. നല്ല ധൈര്യത്തോടു കൂടി പറയുന്നത് ഞാനൊരു മാർക്സിസ്റ്റാണ്. നേരെ തിരിച്ച് ഈ പറയുന്ന തെമ്മാട്ടിത്തരം പുലയാട്ടുമാണ് മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അനുവദിക്കില്ല, സമ്മതിക്കില്ല. ഇവർക്ക് വേണമെങ്കിൽ വെല്ലുവിളിക്കാം. ഇപ്പോൾ ഈ പുലഭ്യം പറഞ്ഞതിൻ്റെ പുറകെ വീട്ടിൽ വരാം, തല്ലിപ്പൊളിക്കോ, ഞാൻ ഒന്ന് കാണട്ടെ, ഞാൻ ഒറ്റയ്ക്കുണ്ട്. ഇത് അവസാനം വരെയും ഇങ്ങനെ തന്നെ നിൽക്കും, വിട്ടുവീഴ്ച ഉണ്ടാവില്ല, വഴങ്ങില്ല. അതാണ് മാർക്സിസ്റ്റ്. കണ്ണി കണ്ട സ്ഥലത്ത് മുഴുവൻ പോയി കഴിഞ്ഞ് സെറ്റിൽമെൻറ്റ് രാഷ്ട്രീയം കളിച്ച് കഴിഞ്ഞ് മുട്ടുമടക്കി നട്ടെല്ലാം വിളച്ചും കഴിഞ്ഞ് മുണ്ടൂരി കാണിച്ച് പോരുന്നതല്ല മാർക്സിസം. നോക്കൂ, മുരുകൻ കാട്ടാക്കടയുടെ കവിത ഒറ്റയ്ക്ക് പാടിക്കഴിഞ്ഞാൽ ഇതാണ് മാർക്സിസം എന്ന് പറഞ്ഞാൽ അതാവില്ല മാർക്സിസം. അതിനിച്ചിരി നേരുണ്ട്, വെടുപ്പുണ്ട്, ചുവപ്പുണ്ട്. ആ ചുവപ്പമ്മ കയറി കഴിഞ്ഞ് തോണ്ടി കഴിഞ്ഞ് കണ്ണി കണ്ട കള്ളക്കച്ചവടം മുഴുവൻ ചെയ്ത് കഴിഞ്ഞ് ബിനാമി സ്വത്തുകൾ വാരിക്കൂട്ടി വിദേശത്തും അവിടെ ഇവിടെ പോയി കഴിഞ്ഞ് വിലസി മയാമി ബീച്ചിലും മായോ ക്ലിനിക്കിലും പോയി കഴിഞ്ഞാൽ അതൊന്നും മാർക്സിസം ആവില്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്, തെറ്റ് പഠിപ്പിക്കരുത്. മാടമ്പി സ്വഭാവ ഫ്യൂഡലിസവും എല്ലാം മാർക്സിസം. അത് സോഷ്യലിസത്തിലും കമ്മ്യൂണിസത്തിലും അടിസ്ഥാനമായിട്ടൊരു മനുഷ്യൻ പറഞ്ഞു പോയ ഇസമാണ് മാർക്സിസം. അതിൻ്റെ പേരിൽ ഇവിടെ കയറി കഴിഞ്ഞ് പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞ് സകല നെറുകേടുകളും കാണിക്കുന്ന ആളുകളെ, കരുവന്നൂരിലെ പ്രതികളെ, പുകമറയത്തുള്ള ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് ഇനിയും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാത്മാവിനെ കൊന്നു തള്ളിയ ദിവസമാണ്, നാഥുറാം ഗോഡ്സെ എന്നുള്ള ഹിന്ദുത്വ തീവ്രവാദി കൊന്നു തള്ളിയ ദിവസമാണ് ജനുവരി 30. എത്തട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇവർക്ക് അധികാരിയല്ലേ, അധികാരം എന്തിനുള്ളതാണെന്ന് അവർ പറയട്ടെ. ജനങ്ങളെ സ്വത്തും ജീവനും സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതിന് കഴിവില്ലെങ്കിൽ അനുവാദം തരട്ടെ. ഞാൻ ഏതെങ്കിലും ക്ലിനിക്കിൽ പോയി വിഷം കുത്തി വെച്ച് കഴിഞ്ഞാൽ ചത്തോളാം. അതിന് അധികാരമാണ് തരേണ്ടത്, എനിക്ക് അനുവാദം തരേണ്ടത്. അത് തരട്ടെ. ഇവിടെ ചീഫ് ജസ്റ്റിസ് ഉണ്ട്. ഹൈക്കോടതിയിൽ ഞാൻ 1.5 വർഷം കേസ് നടത്തി. വൈകിയെത്തുന്ന നീതി ഒരു നീതി നിഷേധമാണെന്ന് ഹൈക്കോടതി വിധികളുണ്ട്, സുപ്രധാനമായിട്ടുള്ള വിധികളാണ്. വൈകിയെത്തുന്ന നീതി ഒരു നീതി നിഷേധമാണ്. അത് കോടതി പരിശോധിക്കട്ടെ. കോടതിക്കും അത് തോന്നുകയാണ്, മിണ്ടാതിരിക്കുകയാണ് നല്ലത്. ഉണ്ടാവട്ടെ. താങ്കളത് വെറുതെ ഒരു കത്തിന്റെ രൂപത്തിൽ പറയുന്നതല്ല എന്ന് താങ്കളുടെ ഇച്ഛാശക്തി അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ അങ്ങനെയൊക്കെ എത്താം ജോഷി.